മാറാട് കഴിഞ്ഞ ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് തൂങ്ങി മരിച്ച ഷിംനയുടെ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ മാറാട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. എന്താണ് ഇപ്പോൾ മകൾ ഇങ്ങനെ ചെയ്യാൻ കാരണമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? മോൾക്ക് അവിടെ താമസിക്കാൻ വേണ്ടി അവൾ പിടിച്ചു നിന്നിട്ട് എത്രയോ കാലമായി അവൾ വേദന സഹിച്ച് നടക്കുക. ഞങ്ങളെ കുടുംബങ്ങളൊക്കെ അവളെ പല പ്രാവശ്യമായിട്ടും വിളിച്ചിട്ട് പോരുന്നിട്ട് അവൾ കുറച്ച് ദിവസം വന്ന് നിൽക്കും, തിരിച്ചു പോകും. 8 മാസത്തോളം ഒരു പ്രാവശ്യം വന്നിട്ട് നിന്ന് പിന്നെ അവന് ഞങ്ങളെ കുടുംബങ്ങളൊക്കെ വിളിച്ച് അവളെ ഉപദേശിച്ച് ഈ ബന്ധം വേണ്ട, ഒഴിവാക്കുക. അപ്പോൾ ഓനോടുള്ള സ്നേഹം കൊണ്ട് അവൾ തിരിച്ചു പോവുക. ഓൻ വന്ന് പിന്നെയും കൂടി വിളിച്ചു കൊണ്ടുപോകും. പിന്നെ ഓൻ ഒരുപാട് പൈസയുടെ കടാക്കി വെക്കും. അത് ഓൾ വീട്ടും. ഞങ്ങളടുത്ത് വന്ന് പൈസ വയ്ക്കും, പണ്ടം വാങ്ങും. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തരാമെന്ന് പറയും. തരുമെന്നില്ലെങ്കിലും തരില്ല. പിന്നെ ഞങ്ങൾ മോൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ ഒരു നല്ലപോലെ ചോദിക്കാൻ വേണ്ടി ഞങ്ങളും ശ്രമിക്കും, ഓളും ശ്രമിക്കും. അങ്ങനെ 4 ദിവസം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും. പിന്നെ ഓളെ ശമ്പളം കിട്ടാനാകുമ്പോഴേക്ക് അത് തുടങ്ങും. നല്ലപോലെ നിൽക്കും. പിന്നെയും തന്നെ. പിന്നെ ഓരോ കുടുംബങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അച്ഛൻ കുറേ കാലം ഇവനോടും മിണ്ടൂല, ഇവളോടും മിണ്ടൂല. അത് ഞങ്ങളോട് തന്നെ അച്ഛൻ തന്നെ അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞു. ഇതേമാതിരി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അപ്പോൾ ആർക്കും പേടിയില്ല, ആരും പേടിയില്ലല്ലോ. തോന്നുന്നു എനിക്ക് ഇങ്ങനെ തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട വ്യക്തിയല്ല ആ വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവരുടെ കിടന്നിട്ട് അവൾക്ക് നിൽക്കാൻ വയ്യായിട്ട് ചെയ്തതാണത്. അവൾ പരമാവധി ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും വിചാരിച്ച് കൊണ്ടുനടന്നു. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞൊരു നമ്മളെ പെറ്റീഷൻ കൊടുക്കുക, അല്ല അച്ഛാ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് അവൾ സ്നേഹത്തിൻ്റെ ഇതുകൊണ്ട് അവളങ്ങനെ കൂട്ടിക്കൊണ്ടായി. ഇത് ഒരുപാട് അവൾക്ക് വേദനകളും പിന്നെ പരിക്കുകളുണ്ടായിട്ടുണ്ട്. കോളേജിൽ പരിക്കുണ്ടായിട്ട് അവൾ കിടന്നിട്ടുണ്ട്. പല്ലോ എന്തൊക്കെ ഇളകിയിട്ട് ഇതിന് മുന്നേ സംഭവിച്ചിട്ട് അവൾ എല്ലാവരും ഞങ്ങൾ ആസ്പത്രിയിൽ എല്ലാവരും പോയിട്ടുണ്ട്. മർദ്ദനമുണ്ട്. വെള്ളടിച്ചാൽ വെള്ളം നന്നാക്കി അടിക്കും. വെള്ളം ഒരു ദിവസം 2 ദിവസമാണ് വേണ്ട. അവന് പണിക്കൊന്നും അങ്ങനെ പോവില്ല. എന്നാലും വേണ്ടില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ, ഭയങ്കര ഇഷ്ടമാണ്. ഓള് പലവരെ വെച്ചും സംശയങ്ങൾ പറയുമ്പോൾ അവൾക്ക് ദേഷ്യമാണ്. ആരെന്ത് പറയാണ് ഞങ്ങൾ പറഞ്ഞാലും അവൾക്ക് ദേഷ്യമാണ്. അവൾ പണിയെടുക്കുമ്പോൾ അവളെ പരിസരത്തുള്ള വിഷയങ്ങൾ അവൾക്ക് ഫോണിൽ ഇപ്പോഴത്തെ അങ്ങനെയുള്ള ഫോണിൽ തുണിഷാപിതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് അവൾക്ക് സംസാരിക്കാനുണ്ടാവും. അതിന് പോകാൻ ഒരുപാട് വർത്തമാനം പറഞ്ഞും കച്ചവടമാക്കണം. പ്രധാനപ്പെട്ട പ്രശ്നം ഇദ്ദേഹത്തിന് ഈ ഭർത്താവിൻ്റെ സംശയരോഗമാണോ? അതാണോ? പ്രശ്നമുണ്ട്. ഓൻ ദേഷ്യം വേഗം പിടിക്കും. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലാവും. പിന്നെ പേടിക്കാൻ ആളില്ലാത്ത സ്ഥലമല്ലേ, ആരുമില്ല, പ്രതികരിക്കാൻ ആളില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട ഓൾക്ക് ഓളൊരു സഹിക്കൊരു ഇത് 1, 2, 3, 4 കൊല്ലമല്ല ആയിട്ടുള്ളത്. അവൻ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഓന് വണ്ടി വരെ, ഓളെ പേരിലെടുത്ത വണ്ടി വരെ ഓന് പിന്നെ പണയം വെച്ചിട്ട് പണയം വെച്ച് പിന്നെ അമ്മൻ്റെ കാതിലത്ത് വാങ്ങിക്കൊണ്ടായിരിക്കണം. അത് മോളുള്ളപ്പോഴാണ് അമ്മേനോട് ചോദിച്ചിട്ട് പൈസ ആയിട്ട് വാങ്ങി പല പ്രാവശ്യമായിട്ട് പൈസ ഒക്കെ ഞങ്ങൾ കൊടുക്കും. എന്താ വെച്ചാൽ മോള് ബേജാറായ വിഷമമായത് അമ്മേ ഓർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പണിയെടുത്ത് ഞങ്ങൾ ശമ്പളം കിട്ടുമ്പോൾ കൊടുന്ന് തരും എന്നറിയും. ഒരു 50 ഉറുപ്പ്യ അയച്ചു തരും, അച്ഛൻ 100 ഉറുപ്പ്യ അയച്ചു തരും. എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഞാൻ വേറെ അടുത്ത് വാങ്ങിയിട്ട് ഞാൻ മോളെ അച്ഛൻ്റെ അടുത്ത് ഇല്ലാണ്ട് ഞാൻ അയച്ചു തരാം. അങ്ങനെയെങ്കിലും ഇങ്ങനെ ചെയ്യും. ഓൾക്ക് വിഷമമാകണ്ട. ഇനിയിപ്പോൾ ഓൾക്ക് അതിൻ്റെ പേരിൽ ഓരോ തമ്മിൽ കച്ചറ വേണ്ട വെച്ചിട്ട് ഇവൻ എന്തിനാണ് കടം വാങ്ങി വെക്കണേ? ഞങ്ങൾ ചോദിക്കുക എന്തിനാണ് നിങ്ങൾ ഈ കടം ഇങ്ങനെ വാങ്ങി വെക്കണേ? അത് ഭാര്യൻ്റെ വീടാണ്. ഈ വീട്ടിൽ വെച്ച് അവളെ ഏട്ടത്തിൻ്റെ ഭർത്താക്കന്മാർ, അനിയത്തിൻ്റെ ഭർത്താവും മാമനും എല്ലാവരും നിന്നിട്ടോളെ സംസാരിച്ചിരിക്കണോളെ. ഇതിന് മുന്നേ ഞങ്ങളിവിടെ കൂട്ടി കൊടുത്തിട്ടോളെ നമുക്ക് ഈ ബന്ധം ഒഴിവാകുന്നിട്ട് ഓളെ ഒഴിവാവില്ല. അവരോട് ഇവരോടൊക്കെ ചോദിച്ചാറിയാം. ഇത് മുത്തച്ഛൻ, അതുപോലെ എൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവ്, മാമേ, ഭർത്താവിൻ്റെ അനിയത്തിൻ്റെ ഭർത്താവുണ്ട്. ഇവരൊക്കെ കൂടെ ഞങ്ങൾ 5-6 ആൾ ഇവിടെ നിന്ന് ഓളെ സംസാരിച്ചിരിക്കണം. ഇവിടെ കൂട്ടി കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓളെ പറഞ്ഞാൽ അത് ശരിയായിക്കോളും എന്ന് പറയണേ. പിന്നെ ഇവന് ഇതാണ് മദ്യം. അത് ഒരു 5-6 ദിവസം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം പണിക്ക് പോകാതെ കിടക്കും, പിന്നെയും അടിക്കും, പിന്നെയും അതന്നെ. ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്യാൻ മറ്റ് റീസൺസ് ഒന്നും, വേറെ കാരണങ്ങളൊന്നും? വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ ഓൾക്ക് വീട്ടിലെത്തി കഴിഞ്ഞ് പണി ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം വരുത്തൽ അമ്മനെ വിളിക്കും. അമ്മനെ വിളിച്ചപ്പോൾ അമ്മനോട് സംസാരിച്ച്, ചെറിയ ആങ്ങളതാ, അവനോട് സംസാരിച്ചു. അവർക്ക് അറിയുള്ളൂ എന്തേ പറഞ്ഞെന്നുള്ളത്. ഞാൻ അന്ന് വീട്ടിലെത്താനും വൈകി എനിക്ക് ഇവിടെ അപ്സറിൻ്റെ അവിടെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പണി കഴിഞ്ഞിട്ട് ഞാൻ 2ാമത്തെ മോന് സുഖമില്ലാത്തവനക്ക് ഇവിടെ ഓമ്പടെയാണ്. അപ്പോൾ മോനെ മരുന്ന് കൊണ്ടുകൊടുത്ത് ഞാൻ താന്നൂരെത്തണം. താന്നൂരാണ് ഞങ്ങളിപ്പോൾ തങ്ങളെ വീട്ടിലാണ് നിൽക്കണത്.
വാടക വീട്ടിൽ ഇപ്പോൾ അവിടെ നിൽക്കില്ല, വീട്ടിൽ സാധനങ്ങളൊക്കെ കിടക്കുക, അവിടെ നിൽക്കാൻ കഴിയാനിട്ട്. അപ്പോൾ പെങ്ങളെ വീട്ടിലാണ്. അപ്പോൾ അപ്പോൾ അവൾ ചോദിച്ചതാണ് ഇവരോട് ചോദിച്ചത്, വാടക വീടൊക്കെ കിട്ടിയ അമ്മേ, അതിൻ്റെ വീടൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയുള്ളൂ ശരിക്കും മോനക്ക്. ഇതാണ് പിന്നെ പല്ലൊക്കെ അടിച്ച് തേച്ചത് ഇതുണ്ടായിട്ടുണ്ടാവും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു ചെന്ന് നോക്കുമ്പോൾ മാമൻ പറഞ്ഞു ഇങ്ങനെയാണ്, അത് സാരില്ല, കുഴപ്പമൊന്നുമില്ല, കോളേജിൽ നിന്ന് എന്ന് തന്നെ. അതേ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ആത്മഹത്യ പോലും ശ്രമിച്ചിട്ടുണ്ട്. അതും ഇവർക്കറിയാം. ഇവരെ വീടെന്ന് പറഞ്ഞാൽ ഒരു റൂം, ആ റൂമിൻ്റെ നടുവത്ത് അപ്പുറപ്പുറം ഡോറെന്ന് പറഞ്ഞാൽ ഒരാൾ തള്ളി അങ്ങോട്ട് തുറക്കുന്ന ഡോറാണ്. ഒക്കെ ഇതിന് മുന്നേ അടിച്ചു പൊളിച്ച ഡോറുകൾ, അൽമാരകൾ, ജനലുകൾ. പിന്നെ അച്ഛനെറ്റുമ്പം അച്ഛൻ ഇവന് തമ്മിൽ മിണ്ടൂല. അമ്മ ഒരു പാവം സ്ത്രീയാണ്, അമ്മൻ്റെ മാതിരി തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അമ്മ നല്ല നോക്കുകയും ചെയ്യും. അമ്മ ഇടയിൽ നിൽക്കുകയുള്ളൂ ഇവരെ കച്ചറ ഉണ്ടാകുമ്പോൾ. അമ്മയ്ക്ക് പറയാനുണ്ടാവുള്ളൂ, അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മോനല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മ പറയാതെ പറയേണ്ടി വരും. മാമന്മാർക്കറിയാം. കാരണം അത് ഞാൻ കളവ് വരില്ല, മാമന്മാർ എന്നോട് പറഞ്ഞു. ഇവരുടെ ഷിംനയുടെ ഭർത്താവിൻ്റെ ഒരു ഇത് അതുകൊണ്ട് മാത്രമാണ് അവരിത് ചെയ്തത്. അവൻ അതെ, പിന്നെ അച്ഛൻ മിണ്ടാത്തൊന്നും നോക്കണ്ട, അത് പോട്ടെ. പക്ഷെ ഇവന് സമാധാനം കൊടുത്തു കഴിഞ്ഞാൽ ആകെപ്പാട് സമാധാനം കിട്ടേണ്ട ആളാണ്. ഇവർക്ക് ഇവങ്ങനെ വെള്ളം മദ്യം കഴിച്ചിട്ട് ഇവിടെ വിളിക്കാൻ ചിലപ്പം പോവുക. ഇവൻ അപ്പം ഈ വെള്ളമടിച്ചിട്ടാണ് വണ്ടി ഇട്ട് പോവുക. ഇവൻ ടൗണിൽ വരെ ഇതേമാതിരി ഞാനൊരു ദിവസം പണിയും ചേരുമ്പോൾ അന്ന് അവൾ പുതിയ സ്റ്റാൻഡിൽ അവിടെ പണിയെടുക്കണം. അപ്പം എന്നോട് പൈസ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ മുളജ് ഏത് ബസ്സിനെ പോണ്, ഇതാ മുപ്പര് വരാമെന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഓൻ കൊണ്ട് വണ്ടി അപ്പുറം നിൽക്കേന്. ഓൻ വണ്ടിയിട്ട് വന്നുകൊണ്ട് എന്നോട് മിണ്ടാണ്ട പോയി. അപ്പോൾ വെള്ളമടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മോള് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ചോദിച്ചു മോളോട് എന്തേ പ്രസാദം മിണ്ടാണ്ട് പോയി. ഒരു വെള്ളമടിച്ചിട്ട് വന്നാണ് അച്ഛാ, എത്ര പറയുന്നത് കേൾക്കണില്ല. ഇങ്ങനെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ പാലായിക്ക് വരുമ്പോഴും വെള്ളമടിച്ചിട്ട് തന്നെ വരിക. ഞാൻ പറഞ്ഞു അവനോട്, മോനാ ഇത് എനിക്ക് ശരിയാവില്ല. ഇത് വെച്ചാൽ എന്താ വെച്ചാൽ ഇത് എനിക്കും പറ്റാത്തൊരു സാധനം. ഞാൻ കണ്ടു വീണ ആളാണ്. കാരണം വെച്ചാൽ അമ്മയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ ഒഴിവാക്കുകയല്ല വേണ്ട. അപ്പോൾ കഴിഞ്ഞിടത്തോളം നമ്മൾ ഒഴിവാക്കുക. ഓൾക്കത് ഇഷ്ടമല്ല, ഇനിയിപ്പോൾ എനിക്കത് ഒഴിവാക്കാൻ കഴിയില്ല, ആഴ്ച ഒരിക്കൽ അയക്കോ. അപ്പം ഒന്ന് വിട്ടുപോയി നിൽക്കുക. അവൻ്റെ അവിടെ ബീച്ചല്ലോ, ഇനി അവിടെ വൈകുന്നേരം വരെ കിടന്ന് ബീച്ച് പോകാറുള്ളൂ. സ്വന്തം വീടുമുണ്ട്. ഇതിലിപ്പോൾ നിങ്ങളുടെ ഒരു ഇതെന്താണ്, നിങ്ങളുടെ ഇപ്പോൾ പരാതിയിൽ പറയുന്നത്? എൻ്റെ മോള് കെട്ട് ചെയ്ത് അന്ന് രാത്രി അവിടെ ഭയങ്കര പ്രശ്നം നടന്നുണ്ട്. എന്തൊക്കെയോ കഠിനമായിട്ടുള്ള സഹിക്കാൻ കഴിയാനായിട്ടാണ് അത് ചെയ്തത്. അല്ലെങ്കിൽ ഓള് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മോളെ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അടുത്ത വീട്ടിൽ ഒരു 50-100 വാങ്ങിയിട്ട് ഇച്ചിട്ട് പോര് പോന്നോളാം, അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചോ, എങ്ങനെയെങ്കിലും ഞങ്ങൾ ആരെങ്കിലും എത്തിക്കൊണ്ട്. ആങ്ങളെന്നെ ഇതിന് മുന്നതേമാതിരി ഓളെ പോയി കൂട്ടി കൊണ്ടുവന്നു വിളിച്ചിട്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ കഴിയാതെ വിളിക്കും. ഞങ്ങൾ ചെന്ന് കൂട്ടിക്കൊണ്ടിരും. പിന്നെ ഇതാവും. ഓനക്ക് വേണ്ടം കൊണ്ട് ഒഴിവാക്കി തന്ന തങ്ങളെ മോളെ കൊണ്ടേക്കോ, അല്ല ഓളോട് പറഞ്ഞ് പൊയ്ക്കോ, ചോദിക്കോ എന്ന് പറഞ്ഞാൽ മതി. എന്തിനാണ് ഈ ചോദിക്കാൻ നിൽക്കുന്നത്? ഒരു കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് അവള്. അപ്പോൾ ഒരു സ്ത്രീയാണ്, ഓൾക്ക് സഹിക്കാൻ കഴിയില്ല. അന്ന് രാത്രി അവിടെ ഭയങ്കര പ്രശ്നം, അടിയും പിടി ഒക്കെ നടന്നിട്ടുണ്ട്. അതിന് സഹിക്കാൻ കഴിയാതെ അവൾ ചെയ്ത്. അവൾ ഇത് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള അവരിരിക്കുന്നുണ്ട്, ആ ഡോറിൻ്റെ മാറും. ആ ഡോറൊന്നും മുട്ടിയാൽ ചിലപ്പോൾ സംഭവിക്കില്ല. അവർ എന്തെങ്കിലും ചെയ്തോട്ടെ, അവൾ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന തന്നെ. അങ്ങനെ അവൾ സംഭവം ഉണ്ടായതാണ്. അടുക്കള തൊട്ടടുത്ത് തന്നെ, വലിയ പന്തളിച്ച വീടൊന്നും അല്ലാത്തതുകൊണ്ട് ഒക്കെ നമ്മൾക്ക് അറിയാം. നമ്മൾ ആരായാലും ഓനക്ക് അത്രയും വേദന ഉണ്ടെങ്കിൽ ഇവളിങ്ങനെ പറഞ്ഞതാക്കിയല്ലേ, പലതും സംഭവിച്ചല്ലേ, ഞാനൊന്ന് ആദ്യം തട്ടട്ടെ എന്ന് നമുക്ക് തോന്നിയില്ലല്ലോ. ഓനും വിചാരിച്ചെന്താ നടക്കട്ടെ, എന്തെങ്കിലും അതാണോ എൻ്റെ തീരുമാനം. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മാറാട് പോലീസിൽ ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ നല്ല കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. തങ്ങളുടെ കുടുംബത്തിന് നീതി കിട്ടണം എന്നാണ് ഷിംനയുടെ പിതാവ് പറയുന്നത്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്.